പൗർണമി തിങ്കൾ. രചന മിത്രവിന്ദ. എൻ്റെ ഈശോയെ, നീ ഒന്നും കഴിക്കാഞ്ഞിട്ടായിരിക്കും കൊച്ചേ, അതാ തളർന്നു പോയത്. ആലോഷി അവളെ തന്നോട് ചേർത്ത് നിർത്തി. ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞതാ ആ ഫുഡ് കഴിക്കാൻ. കേൾക്കാഞ്ഞിട്ടല്ലേ പൗമി? കഷ്ടം. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയ ശേഷം പൗർണമിയെ കൂട്ടി ആലോഷി പാർക്കിങ്ങിലേക്ക് പോയി. പെട്ടെന്ന് വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. കോമ്പൗണ്ടിന് വെളിയിലിറങ്ങിയതും ടൗണിലെ ഒരു ജ്യൂസ് ഷോപ്പിലേക്കായിരുന്നു അവൻ ആദ്യം വണ്ടി ഓടിച്ചു പോയത്. എനിക്കിപ്പോൾ ജ്യൂസൊന്നും വേണ്ടിച്ചായ, കാറിൽ നിന്ന് ഇറങ്ങാൻ പോലുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാ. നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. പലതരത്തിലുള്ള ജ്യൂസുകളും കട്ട്ലറ്റുകളുമാണ് ആ ഷോപ്പിലുള്ളത്. അവൻ ആദ്യം ചെന്നിട്ട് അധികം തണുപ്പില്ലാത്ത ഒരു മിനറൽ വാട്ടർ വാങ്ങി, ഒപ്പം കട്ട്ലറ്റും. പൗർണമി, ഇത് കഴിക്ക്. അവനത് അവളുടെ നേർക്ക് നീട്ടി. ഇച്ചായന് വേണ്ടേ? ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചോളാം, എൻ്റെ കാര്യമൊന്നും തൽക്കാലം നീ നോക്കണ്ട. അത് കേട്ടതും പൗർണമിയുടെ മിഴികൾ നിറഞ്ഞു. അവൾ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. പെട്ടെന്നാണ് ആലോഷിക്കും താൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായത്. എടി പെണ്ണേ, നേരെ ചൊവ്വെ ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായില്ലേ? അതിൻ്റെ ക്ഷീണമാ നിനക്ക്. ഈ പരുവത്തി ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ഉറപ്പായിട്ടും ട്രിപ്പിടും. വെറുതെ സൂചി കെട്ടേണ്ട കാര്യമുണ്ടോ? അവൻ പിന്നെയും പറഞ്ഞു. പക്ഷെ പൗർണമിയുടെ മുഖം മാത്രം തെളിഞ്ഞില്ല. അത് കണ്ടതും ഒരു പുഞ്ചിരിയോടെ ആലോഷി വീണ്ടും ഷോപ്പിലേക്ക് കയറിപ്പോയി. താൻ ഇത്രയൊന്ന് പറഞ്ഞപ്പോൾ പെണ്ണിനെ കൊണ്ടുപോയി. എല്ലാം മനസ്സിലാവുന്നുണ്ട്, കൊച്ചു കള്ളി. ഓറഞ്ച് ജ്യൂസും മട്ടൻ കട്ട്ലേറ്റുമായിരുന്നു അവൻ വീണ്ടും ഓർഡർ ചെയ്തത്. നേരിയതായി മുറിച്ച സവാളയും കുന അരിഞ്ഞ നല്ല എരിയുള്ള പച്ചമുളകും അല്പം വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത ചള്ളാസും ചെറു ചൂടോട് കൂടിയ കട്ട്ലറ്റും ഇത്തിരി മധുരവും പുളിയും ചെറിയ കയ്പും ഒക്കെ നിറഞ്ഞ ഓറഞ്ച് ജ്യൂസും. ബാക്ക്ഗ്രൗണ്ടിൽ ഒഴുകിയെത്തുന്ന വെസ്റ്റേൺ മ്യൂസിക്കിനോടൊപ്പം ഷോപ്പിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കുന്നതാണ് ഒരു വൈബ്. പക്ഷേ ഇതിപ്പോൾ പൗർണമിക്ക് വയ്യാത്ത സ്ഥിതിക്ക് ആലോഷി അതെല്ലാം മേടിച്ചു. പേപ്പർ പ്ലേറ്റ് കൂടി എടുത്തു. എന്നിട്ട് വണ്ടിയിലേക്ക് വന്നു. എനിക്കിത് മതിയായിരുന്നു ഇച്ചായ, വയറ് നിറഞ്ഞു. ആലോഷി വണ്ടിയിലേക്ക് കയറിയതും പൗർണമി അവനോട് പറഞ്ഞു. ഒരു കട്ട്ലറ്റും ഇത്തിരി പച്ചവെള്ളവും കുടിച്ചപ്പോൾ നിന്റെ വയറ് നിറഞ്ഞോ? നോക്കട്ടെ, എന്നെ ഒന്ന് കാണിച്ചേ. ആ വയറ് ഞാനൂടി ഒന്ന് കാണട്ടെ. ആലോഷി ആ മുഖത്തേക്ക് നോക്കിയതും അവളൊന്ന് ചുവന്ന് തുടുത്തുപോയി. വണ്ടി ഇത്തിരി മുന്നോട്ടെടുത്ത് അവൻ സാവധാനം ഓടിച്ചു പോയി. ഇച്ചായൻ ഇത് കഴിച്ചോ? എനിക്ക് ഡ്രൈവ് ചെയ്താൽ, എന്നിട്ട് ഡ്രൈവ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ തണുത്തു പോകും. നീ വെയിറ്റ് ചെയ്യ്. ഇത്തിരി തിരക്കൊഴിഞ്ഞ സ്ഥലം നോക്കി വണ്ടി പാർക്ക് ചെയ്യാൻ നിന്നാലേ ഈ ബാംഗ്ലൂർ നഗരത്തിൽ ഒരിടത്തും ഒതുക്കാൻ പറ്റില്ല. ടൗണിൽ നിന്ന് അല്പം മാറിയുള്ള ഒരു സ്ഥലത്തായി ആലോഷി വണ്ടി നിർത്തി. തിരക്കും ബഹളവുമൊക്കെ ഏറെയുള്ള സ്ഥലമാണെങ്കിലും ഇത്തിരി ഒരു ഒതുക്കമുണ്ടെന്ന് പൗർണമിക്ക് തോന്നി. നിനക്ക് ആ കട്ട്ലറ്റ് ഇഷ്ടമായോ? ഈ ഷോപ്പ് ഭയങ്കര ഫേമസ് ആണ്. പറയുന്നതിനൊപ്പം ആലോഷി താൻ വാങ്ങിയ പൊതി അഴിച്ചു. എന്നിട്ട് ചള്ളാസ് കൂട്ടി കട്ട്ലറ്റിൻ്റെ ഒരു ഭാഗം മുറിച്ച് വായിലേക്കിട്ടു. ഒരു കണ്ണിറുക്കി അടച്ചുകൊണ്ടുള്ള അവൻ്റെ കഴിക്കൽ കണ്ടപ്പോൾ സത്യത്തിൽ പൗർണമിക്ക് നാവിൽ വെള്ളം വന്നു. കുറച്ചു മുന്നേ നിനക്ക് ഞാൻ വാങ്ങിത്തന്നത് ചിക്കൻ കട്ട്ലറ്റായിരുന്നു, ഇത് മട്ടനാ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ പൗമി. ആലോഷി പൗർണമിയുടെ നേർക്ക് നീട്ടി. ആദ്യം ഒന്ന് വേണ്ടെന്ന് വെയിറ്റിട്ട് നോക്കിയെങ്കിലും ആലോഷി പിന്നെയും നിർബന്ധിച്ചപ്പോൾ പൗർണമി ഒരെണ്ണം എടുത്ത് കഴിച്ചു. അവൻ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റായിരുന്നു. ചില്ലു കുപ്പികളിൽ നിറച്ച ഓറഞ്ച് ജ്യൂസും ഇരുവരും കുടിച്ചു. ഇഷ്ടായോ കൊച്ചേ? അവൻ ചോദിച്ചപ്പോൾ അവൾ തലകുലുക്കി. എങ്ങനെയുണ്ട്? ടേസ്റ്റ് കൊള്ളാമോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാനൊക്കെ എൻ്റെ പൗമിക്കൊച്ചിനറിയാലോ. ഇതുപോലെ ഇച്ചായനോടും ഇന്ന് കിടക്കാൻ പോകും മുന്നേ പറഞ്ഞേക്കണം. കുറച്ചു മുന്നേ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ആലോഷി പറയുന്ന കേട്ടതും പൗർണമി പെട്ടെന്ന് മുഖം കുനിച്ചു. ഡി കൊച്ചേ, നിൻ്റെ അടവും അഭ്യാസവും ഒന്നും ഇനി ആലോഷിയുടെ അടുത്ത് വിലപ്പോകില്ല. ഞാനേ കൃത്യം 8 മണിക്കാണ് കുരിശു വരയ്ക്കുന്നത്. 8:30 എൻ്റെ പ്രാർത്ഥന കഴിയും. കർത്താവിൻ്റെ മുന്നിൽ വെച്ച് എന്നോട് നുണ പറയരുത്. ഉള്ളതുള്ള പോലെ
കേട്ടല്ലോ. വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അലോഷിക്കാപ്പയുടെ ഗൗരവം മുഖത്തണഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു. വീട്ടിലെത്തിയ ശേഷം പൗർണമി നേരെ കുളിച്ച് ഫ്രഷ് ആവാനായി പോയി. അതിനുശേഷം അമ്മയെ ഒന്ന് വിളിച്ചു. അച്ഛനും മാമനും 8 മണിയോടെ എത്തുമെന്ന് അവളോട് അവർ പറഞ്ഞു. അവരോട് സംസാരിച്ച് ഫോൺ വെച്ചിട്ട് അലോഷിയുടെ മമ്മിയെ വിളിച്ചു, കാത്തൂൻ്റെ വിവരം തിരക്കാൻ. പകലൊന്നും വിളിക്കാൻ പറ്റിയില്ല, കാരണം ഓഫീസിലെ തിരക്കും മറ്റും. കാത്തു ഉറങ്ങുവാണ്. പപ്പ എറണാകുളത്തുള്ള ഒരു കസിൻ്റെ വീട്ടിൽ പോയി. രാത്രിയോടെ തിരിച്ചെത്തുമ്പോളെ മമ്മി ഇതൊക്കെ അവളോട് പറഞ്ഞു. ഫോൺ വെച്ച ശേഷം അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. കാലത്തെ ഒന്നും ഉണ്ടാക്കാഞ്ഞതുകൊണ്ട് അവൾക്കിത്തിരി ജോലികൾ കൂടുതലുണ്ടായിരുന്നു. ചോറ് വയ്ക്കുവാൻ വേണ്ടിയാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം ഒരു പച്ച ഏത്തക്കായ മെഴുക്കുരട്ടി വയ്ക്കാൻ എടുത്തെറിഞ്ഞു. ഫ്രിഡ്ജിൽ നിന്നും തൈരെടുത്ത് വെച്ചു, പുളിശ്ശേരി വയ്ക്കുവാൻ വേണ്ടി. ഒപ്പം ഇത്തിരി ഉണക്കച്ചമ്മീനും കൂടി എടുത്തു. വറ്റൽമുളകും ഉള്ളിയും ചേർത്ത് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം. ജോലികൾ ഒന്നൊന്നായി വേഗത്തിൽ ചെയ്യുകയാണവൾ. അലോഷി ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് ഹോളിൽ ഇരിപ്പുണ്ട്. എന്തൊക്കെ ആയാലും ശരി, ആളിന്ന് തന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും, അതവൾക്ക് ഉറപ്പാണ്. ആ ഒരു പരവേശം അവളുടെ മുഖത്ത് വ്യക്തമാണ്. അവനോട് പറയാൻ ഓരോരോ മറുപടികൾ അവൾ ആലോചിക്കുന്നുണ്ട്. എന്നാലും ആകെക്കൂടി ഒരു കൺഫ്യൂഷൻ. പൗമി. അലോഷിയുടെ വിളിയൊച്ച കേട്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാനേ കുരിശു വരയ്ക്കാൻ പോവാ. അതിനു മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനായിരുന്നു. അവൻ പറഞ്ഞു വരുന്നത് പൗർണമിക്ക് മനസ്സിലായി. അവനെ നോക്കി തലയാട്ടിയ ശേഷം തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളെ അലോഷി പിന്നെയും വിളിച്ചു. മുംബൈക്ക് പോയിട്ട് വന്നപ്പോൾ ഞാൻ നിനക്ക് തരാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നു കേട്ടോ. 1 മിനിറ്റ്, ഞാൻ എടുത്തോണ്ട് വരാം. അലോഷി അവൻ്റെ റൂമിലേക്ക് പോകുന്നത് നോക്കി പൗമി അന്തിച്ചു നിന്നു. ഇറങ്ങി വരുമ്പോൾ അവൻ്റെ കയ്യിലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇതാ പൗർണമി, ഐശ്വര്യമായിട്ട് വാങ്ങിക്കോളൂ. അവൻ പറയുന്നു കേട്ട് പൗമി നിന്ന പടി അങ്ങനെ നിൽക്കുകയാണ്. പൗർണമി വാങ്ങുന്നില്ലെന്ന് കണ്ടതും അലോഷി തന്നെയാണ് അവളുടെ വലങ്കയിൽ ആ ഗിഫ്റ്റ് വെച്ച് കൊടുത്തത്. നിശബ്ദയായി നിൽക്കുന്ന പൗർണമിയെ കണ്ടതും അലോഷി മുഖം ചിരിച്ചു. പൗർണമി, തൻ്റെ അച്ഛൻ വിളിച്ചായിരുന്നോ? അവരിപ്പോൾ എവിടെ എത്തി? 3 മണിക്ക് മുന്നേ വിളിച്ചതാ. അച്ഛൻ്റെ ഫോണിൽ ചാർജ് കുറവാണെന്നും ഇനി വീട്ടിലെത്തിയിട്ട് വിളിച്ചോളാമെന്നുമാണ് എന്നോട് പറഞ്ഞത്. ആ പ്രശ്നമുണ്ടാക്കിയ പയ്യന്മാരിട്ട വീഡിയോ അച്ഛനും കണ്ടിരുന്നു. മനസമാധാനമായത് ഇപ്പോഴാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. പാവം അങ്കിൾ, തന്നോട് ഒരുപാട് ഇഷ്ടമാണല്ലേ? അതെ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മക്കളെന്ന് വെച്ച ജീവനാ. എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും ഞങ്ങളെ അറിയിക്കാതെ ജീവൻ്റെ ജീവനായിട്ടാണ് വളർത്തി വലുതാക്കിയത്. ഇന്നേ വരെയായിട്ടും ഒന്നിനും ഒരു കുറവും ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല. എനിക്കും എൻ്റെ അനിയത്തിക്കും അച്ഛനും അമ്മയുമാണ് എല്ലാം. ഞാൻ മൂലം ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിച്ചത്. അതും ഇന്നലത്തെ ആ സംഭവം. സത്യത്തിൽ എൻ്റെ അച്ഛൻ ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റാത്ത ഒരാളാണ്. ഓട്ടം പോകുന്നത് പോലും ഞങ്ങളുടെ നാട്ടിലൂടെ ചെറിയ വഴിയിലൂടെ മാത്രമേ ഉള്ളൂ. ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ അച്ഛന് തലവേദനയാണ്, പിന്നെ BP ഒക്കെ കൂടും. അതുകൊണ്ട് മാക്സിമം യാത്രകൾ അച്ഛൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. 2 ദിവസമായി ഹോസ്പിറ്റലിലൂടായിരുന്നു. വല്യച്ഛന് വയ്യാണ്ടായതുകൊണ്ടേ. ഇതിപ്പോൾ എൻ്റെ അവസ്ഥ അറിഞ്ഞ നിമിഷം അച്ഛൻ വണ്ടി വിളിച്ച് പോരുമായിരുന്നു. ജോലിയും പൈസയും ഒന്നും വേണ്ട, അച്ഛൻ്റെ കൂടെ മടങ്ങി പോന്നോളാനാണ് എന്നോട് ഇന്നലെ അച്ഛൻ പറഞ്ഞത്. പാവം എൻ്റെ അച്ഛനെ വെറുതെ ഓരോ നുണക്കഥകൾ പറഞ്ഞ് ഞാൻ വഞ്ചിച്ചു. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചങ്ക് പൊട്ടുക. അലോഷിച്ചായൻ എന്നോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി പോലും പറയാൻ എനിക്ക് കഴിയാത്തത് അതുകൊണ്ടാണ്. എൻ്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. ആ കണ്ണ് നിറഞ്ഞാൽ പൗർണമി ലോകത്ത് പോലും കാണില്ല. എൻ്റെ അവസ്ഥ ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കുമോ പ്ലീസ്? തൻ്റെ മുൻപിൽ തൊഴുകയോടെ നിൽക്കുന്ന പൗർണമിയെ കണ്ടതും അലോഷിക്ക് അവളോട് യാതൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. എന്തിനാ താൻ വെറുതെ ഈ പാവത്തിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ഓർത്തപ്പോൾ അവനും ആകെ സങ്കടം തോന്നി. പൗർണമിക്ക് അവളുടെ മാതാപിതാക്കൾ പറയുന്നതിനപ്പുറമില്ല. കാരണം അങ്ങനെ കഷ്ടപ്പാടറിഞ്ഞ് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണിവൾ. ഇപ്പോഴവൾ പറഞ്ഞ വാക്കുകളിലൂടെ
അലോഷിക്കത് മനസ്സിലായി. പോട്ടെ, സാരമില്ല. ഈ കണ്ണീര് തുടയ്ക്ക് പൗമിക്കൊച്ചേ. ഞാനേ കുരിശു വരച്ചിട്ട് പെട്ടെന്ന് വരാം. വല്ലാത്ത വിശപ്പ്, അതാണ്. അവൻ പൗർണമിയെ നോക്കി ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു. പൗർണമി നോക്കിയപ്പോൾ അവൻ്റെ മിഴികളിലും ചെറിയ നനവ് പടർന്നിരുന്നു. അത് മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അലോഷി അരികിൽ നിന്ന് നീങ്ങിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. തിരിഞ്ഞവൻ ആ മുഖത്തേക്ക് വീണ്ടും നോക്കി. എന്നോട് ദേഷ്യമുണ്ടോ ഇച്ചായ? എന്തിന്? എൻ്റെ പൗർണമി കൊച്ചിനോട് ദേഷ്യമോ? അത് ഈ ജന്മത്തിലുണ്ടാകില്ലെന്നേ. ഇച്ചായൻ്റെ ജീവനടി നീയ. അവളോട് കവളിൽ മെല്ലെയൊന്ന് വലം കൈകൊണ്ട് അവൻ തലോടി. നീ നല്ല കൊച്ചാടി. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു കൊച്ച്. നിനക്കെന്നും ഈശ്വരൻ നന്മകൾ മാത്രം തരുള്ളൂ. എനിക്ക് ഉറപ്പാത്. ഇച്ചായൻ എൻ്റെ കൊച്ചിനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തിയല്ലേ? എന്നെ പറയാനടി, പറ്റിപ്പോയെന്നേ. സോറി കേട്ടോ. വീണ്ടും അവളുടെ കവളിൽ ഒന്ന് തലോടിയിട്ട് പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയ അലോഷിയുടെ നെഞ്ചിലേക്ക് ഒരാർത്തനാദത്തോടെ പൗർണമി വീണുപോയത് പെട്ടെന്നായിരുന്നു. ദിഗന്ധങ്ങൾ പൊട്ടും പോലെ ഉച്ചത്തിലുള്ള അവളുടെ കരച്ചിൽ ആ മുറിയിലാകെ മുഴങ്ങി. അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് അവനോടൊരു വാക്കുപോലും ഉരിയാടാതെ പൗർണമി പിന്നെയും പൊട്ടിക്കരഞ്ഞു. അലോഷിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അത്രമാത്രം സങ്കടത്തോടെ തൻ്റെ പെണ്ണ് കരയുന്നത് കണ്ട് അവനും കണ്ണു നിറഞ്ഞു. പൗർണമി, എടി കൊച്ച ഇങ്ങനെ കരയില്ലേ? എനിക്ക് സത്യമായിട്ടും ഇത് മാത്രം സഹിക്കില്ല. അതുകൊണ്ടാണ്. പ്ലീസ് കൊച്ചേ. അവൻ ആ തോളിൽ ഒന്ന് പിടിച്ച് അവളെ പിന്നോട്ട് അടർത്തി മാറ്റാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അവൾ ഉടുമ്പിനെ പോലെ ചുറ്റി വരിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. പൗർണമി, ഇങ്ങനെ കരയാൻ വേണ്ടി ഞാൻ എന്തേലും പറഞ്ഞോ നിന്നോട്? അഥവാ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ തന്നെ അതും മറന്നു കളഞ്ഞോടി. അലോഷി അവളുടെ മുടിയിഴകളിൽ വിരൽ ഓടിച്ചുകൊണ്ട് സാവധാനം അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. കുറേയേറെ ആശ്വാസവാക്കുകൾ അവൻ അവളോട് പറഞ്ഞപ്പോൾ ആൾ അല്പം ശാന്തയാകും പോലെ അലോഷിക്ക് തോന്നി. പൗർണമി തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളുടെ താടി പിടിച്ച് അലോഷി മേൽപോട്ടുയർത്തി. എന്നിട്ട് ആ മിഴികളിൽ ഉറ്റുനോക്കി. നല്ല കൊച്ചായിട്ട് പോയി ഇച്ചായന് ചോറെടുത്ത് വയ്ക്ക്. ഞാൻ പെട്ടെന്ന് വരാം, കേട്ടല്ലോ? അവൻ പറഞ്ഞതും പൗമി ഒന്ന് തലകുലുക്കി. എന്നിട്ട് അവനിൽ നിന്ന് അകന്നു മാറി. ഇഷ്ടമാണെന്നറിയാം, പക്ഷെ അവൾക്ക് അവളുടെ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ വയ്യ. കുരിശു വരയ്ക്കാൻ വേണ്ടി കർത്താവിൻ്റെ തിരുരൂപത്തിന് മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. അവൻ മെല്ലെ കണ്ണുകൾ അടച്ചു. അലോഷി തന്ന ഗിഫ്റ്റ് പാക്കറ്റ് കൊണ്ടുപോയി തൻ്റെ റൂമിൽ വെച്ച ശേഷം പൗർണമി അടുക്കളയിലേക്ക് വന്നു. ചോറും കറികളുമൊക്കെ വിളമ്പി മേശമേൽ നിരത്തി. കുരിശു വരച്ചു കഴിഞ്ഞ് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് താൻ പറയണമെന്ന് അലോഷിച്ചായൻ പറഞ്ഞതോർത്തുകൊണ്ട് പൗർണമി അവിടെ കിടന്ന കസേരയിലിരുന്നു. കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ആൾ എന്ത് കരുതിയോ ആവോ. കഷ്ടായിപ്പോയി. ആ ചെക്കനെ നിനക്കിഷ്ടമാണെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞുകൂടെ പൗർണമി? എന്തിനാ വെറുതെ ആ പാവത്തിനെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത്? ഇതൊന്നും അത്ര നല്ല ഏർപ്പാടൊന്നും അല്ല കേട്ടോ. അവളുടെ മനസാക്ഷി ആ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ പൗർണമി അതെടുത്ത് നോക്കി. മെസ്സേജ് ആയിരുന്നു. ഓപ്പൺ ചെയ്തപ്പോൾ പോളെങ്കിൽ, മോളെ ഫ്രീ ആണോ? അതെങ്കിൽ അവൾ റിപ്ലൈ കൊടുത്തു. അലോഷി അടുത്തുണ്ടോ? അതോ? ഇല്ല, കുരിശ് വരയ്ക്കുക. ഓക്കെ. ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. തൽക്കാലം അവൻ അറിയണ്ട കേട്ടോ. പോളിൻ്റെ മെസ്സേജ് വായിച്ചതും പൗർണമിക്ക് നെഞ്ചിന് പേറി വന്നു. എന്താണോ പറയാൻ പോകുന്നത്? ഈശ്വര, അരുതാത്തതൊന്നും സംഭവിക്കല്ലേ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. ടൈപ്പിംഗ് എന്ന് കുറേ നേരമായി ഡിസ്പ്ലേ തെളിഞ്ഞു നിൽക്കുന്നു. ഇത്ര കാര്യമായിട്ട് അങ്കിൾ എന്താണോ പറയുന്നത്? മോളെ, അലോഷിയുടെ ബർത്ത്ഡേ ആണ് നാളെ. രാത്രി 12 മണിക്കൊരു കേക്ക് അവിടെ എത്തും. മോള് ചെന്ന് ഡോർ തുറന്നത് മേടിക്കണം കേട്ടോ. അവന് ചെറിയ സർപ്രൈസ് കൊടുക്കാനാ. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായിരുന്നു അയാളുടെ മെസ്സേജ്. തുടരും.